നമസ്കാരം, ഞാൻ ജതിൻ. ഞാൻ ജീന. ഡ്രൈവ് ഡെലിഷ്യയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഡ്രൈവ് കുട്ടിക്കാനത്തേക്കാണ്. ഇടുക്കി ജില്ലയിലെ ഒരു സ്ഥലമാണ്. നമ്മുടെ ഇന്നത്തെ ഡെലിഷ്യസ് ഐറ്റം ജിനി ദോശയാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് മുണ്ടക്കയത്തു നിന്ന് കുട്ടിക്കാനം പോകുന്ന വഴിക്ക് ഒരു സ്റ്റോപ്പിൽ നിർത്തിയതാണ്. കുട്ടിക്കാനത്ത് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പരുന്തുംപാറയിലാണ്. കുട്ടിക്കാനത്ത് ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമുക്ക് ഇതുപോലെ വൈകുന്നേരം ഒരു ഈവനിങ് വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ ജിനി ദോശ ഉണ്ടാക്കാൻ പോകുന്നത് പരുന്തുംപാറ വെച്ചാണ്. അപ്പോൾ നല്ല മഞ്ഞുണ്ട്, കാണാം. നമ്മുടെ വണ്ടി തന്നെ ജസ്റ്റേ കാണത്തുള്ളൂ മഞ്ഞ് കാരണം. അപ്പോൾ ഈ മഞ്ഞത്തൊരു ജിനി ദോശ ഈ ഒരു ചെറിയ തണുപ്പിനകത്തൊക്കെ ഇരുന്ന് ഉണ്ടാക്കാം. തുടങ്ങാം. നമ്മുടെ ജിനി ദോശയ്ക്ക് ബട്ടറും ചീസും വേണം. അത് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇപ്പം ഞാനിവിടെ എടുത്തേക്കുന്ന ചെദാർ ചീസാണ്. നിങ്ങൾക്ക് മോസറല്ലയോ ഏത് വേണേലും എടുക്കാം. ചീസ് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തു. നമുക്ക് വീട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഗ്രേറ്റർ വെച്ച് അതിൻ്റെ പുറത്ത് ജസ്റ്റ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ടാൽ മതി. ഇപ്പം നമ്മൾ ട്രാവൽ ചെയ്യുമല്ലേ, അപ്പം നമ്മൾ കുറച്ച് സാധനങ്ങൾ മാത്രം എടുത്തുകൊണ്ടല്ലേ വരുന്നത്. അപ്പം ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തു. ഇത്രയും സാധനം കൂടാതെ നമുക്ക് ടൊമാറ്റോ സോസും ഷെഷ്വാൻ സോസും പാവ് ഭാജി മസാലയും വേണമായിരുന്നു. അതെടുക്കാൻ പോയതാണ്. നമ്മുടെ ഷെഷ്വാൻ നല്ല തിക്ക് സോസാണ്. അപ്പം അത് നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ഒന്ന് ഡൈല്യൂട്ട് ചെയ്യണം. സ്വല്പം വെള്ളം മതി നമുക്കതൊന്ന് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി. ഈ ഒരു തിക്നെസ്സിൽ ഡൈല്യൂട്ട് ചെയ്തെടുത്തു. അപ്പം നമുക്ക് ദോശ ചുടാൻ തുടങ്ങാം. ഞാൻ വീട്ടിൽ നിന്ന് അരച്ചുകൊണ്ട് വന്ന ദോശമാവ് സാധാരണ ദോശ മാവ് പോലെ തന്നെയാണ്. ചുടാം. ബട്ടർ, ഷെഷ്വാൻ സോസ്, capsicum, carrot, പിന്നെ cabbage, ടൊമാറ്റോ, കുറച്ച് ടൊമാറ്റോ സോസും ആഡ് ചെയ്യാം. പാവ് ഭാജി മസാല,
ദോശയുടെ മുകളിൽ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യാം. വേകുന്നതിന് മുമ്പ് സ്പ്രെഡ് ചെയ്യരുത്. ഇനി നമുക്ക് കുറച്ച് ചീസ് ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ചായ അതേ മഞ്ഞിങ്ങെത്തി. എന്തായാലും ഒരെണ്ണം കൂടെ ഉണ്ടാക്കാം അല്ലേ? ഇവിടെ ഇപ്പം മഞ്ഞും ഈ കാറ്റും ഒക്കെ കാരണം ദോശ ആകാൻ താമസിക്കുന്നുണ്ട്. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ എല്ലാ സാധനങ്ങളും അടുത്ത് വെക്കണം, പെട്ടെന്ന് ഇടാൻ വേണ്ടി കേട്ടോ. അങ്ങനെ നമ്മുടെ ജിനി ദോശ ഓൾമോസ്റ്റ് റെഡിയായി. ഞങ്ങൾ കല്യാണം ഉറപ്പിച്ച സമയത്ത് ഞാനൊരു ദിവസം രാത്രി ടീനെ വിളിക്കുമ്പോഴാണ് ഈ സംഭവം ആദ്യമായിട്ട് കേൾക്കുന്നത്. ടീന ആ സമയത്ത് തിരുവനന്തപുരത്ത് RGCBയിൽ വർക്ക് ചെയ്യുക, രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി, പൂജപ്പുര ജയിൽ ക്യാൻറ്റീൻ അടുത്തായിരുന്നു അല്ലേ? അപ്പം ഓരോ ദിവസത്തെ കഥകളാണ്. അജുവ ബിരിയാണി, ജിനി ദോശ, പിന്നെന്താ ജയിൽ ക്യാൻറ്റീനിൽ നിന്ന് ചിക്കൻ തോരൻ, അതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. പിന്നെ അതൊക്കെ എല്ലാം ഒരു ദിവസം ചിക്കൻ തോരൻ ഉണ്ടാക്കാൻ അറിയത്തില്ല, ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ചിക്കൻ തോരൻ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആവുകയാണെങ്കിൽ നമുക്ക് ചാനലിൽ കാണിച്ചു. ജിനി ദോശ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഒരു നോർത്ത് ഇന്ത്യൻ, എനിക്കൊന്ന് മുംബൈ സ്ട്രീറ്റ് ഫുഡാണെന്ന് തോന്നി സംഭവം. എൻ്റെ കൂടെ ജിനി ദോശ കഴിക്കാൻ വരുന്ന ആളാ അൽക്ക ചേച്ചിയും ചിത്രയായിരുന്നു. ചിത്രയുടെ എൻഗേജ്മെൻ്റ് ആയിരുന്നു. അത് ഞാൻ ഓർത്തില്ല കേട്ടോ. പക്ഷെ ഇന്ന് പോകാൻ പറ്റത്തില്ല. അവിടെ 20 പേർക്കെങ്ങാണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഭയങ്കര കൂട്ടായിരുന്നു. അപ്പം ചിത്രയ്ക്ക് എല്ലാ വിവാഹ മംഗളാശംസകളും. അത് നല്ല രസമായി. ഇന്ന് തന്നെ ജിനി ദോശ ഉണ്ടാക്കി. മുടിയിലെല്ലാം മഞ്ഞുതുള്ളികളായിരിക്കും. ഇതെവിടെ നിന്ന് കഴിച്ചത് ജിനി ദോശ? മദേഴ്സ് പ്ലാസ എന്ന് പറയുന്നത് കുറേ ദോശകൾ, പലതരം ദോശകൾ കിട്ടുന്നൊരു നല്ല തണുപ്പുണ്ട്. മഴ പെയ്തു. അന്നേരം ഞങ്ങൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. കുറച്ച് നേരം വണ്ടിക്കകത്തിരുന്നു. അത് കഴിഞ്ഞിപ്പം മഴ മാറി, ചെറിയ ചാറ്റമഴയുണ്ട്. പിന്നെ നല്ല ഫീല്, നല്ല മഞ്ഞും നല്ല തണുപ്പും. ഇപ്പോൾ കാണാം, വണ്ടി കാണാം, വണ്ടി ജസ്റ്റ് ചെറുതായിട്ട് കാണാം, മഞ്ഞ. ശരിക്കും അന്നേരം മഴയത്ത് എടുത്തുകൊണ്ട് വരുമ്പോൾ വണ്ടി കാണത്തേ ഇല്ലായിരുന്നു, ഫുള്ള് മഞ്ഞായിരുന്നു. അപ്പോഴത്തേക്ക് ഞാനിങ്ങനെ സ്വിച്ച് ഓൺ ചെയ്തു. അന്നത്തേക്ക് ഇതിൻ്റെ ഇൻഡിക്കേറ്റർ ഒന്നും മിന്നി, അങ്ങനെ വണ്ടി കണ്ടത്. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ വണ്ടിക്കകത്തിരുന്ന് കഴിഞ്ഞപ്പോൾ മഴ മാറി. ഇപ്പോൾ എല്ലാം എടുത്ത് വെളിയിൽ വന്നു. നല്ല രസമുണ്ട് കേട്ടോ. പരുന്തുംപാറ ഇതുപോലെ കാണാനായിട്ടാണെങ്കിൽ സൂപ്പറാണ് ശരിക്കും. നിങ്ങൾ ഇടയ്ക്ക് വരണം, ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ. ഈയിടെ നമ്മുടെ ചാനലിലുള്ള 2-3 പേര് വന്നു, ഇതുവരെ പരുന്തുംപാറ വന്നിട്ടില്ലെന്ന്. ഒരിക്കലെങ്കിലും വരണം,
സൂപ്പർ സ്ഥലമാണ്. അപ്പോൾ നമുക്ക് കഴിക്കാം. സൂപ്പർ സാധനമുണ്ടോ, ഒരു രക്ഷയില്ല. സൂപ്പർ. എല്ലാവരും ട്രൈ ചെയ്യണം. സിമ്പിളല്ലേ? ഇത് വളരെ സിമ്പിളാണ്. ഇതുപോലെ നിങ്ങൾക്കും വേണം എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റം. കുറച്ച് പുളിയും ആ ഷെസ്വാൻ സോസിൻ്റെ പല സോസസ് ഉണ്ടല്ലോ, അതിന് കുറച്ച് പുളിയുണ്ട്, കുറച്ച് എരിവുണ്ട്, ചീസുണ്ട്. ഇതുപോലെ മഞ്ഞും തണുപ്പും ഉള്ളിടത്തൊക്കെ വരുമ്പോൾ ഇതുപോലെ കുറച്ച് സ്പൈസി ആയിട്ടുള്ള സാധനം കഴിക്കാനായിട്ട് ഭയങ്കര ഒരു രസമാണ്. ഇപ്പോൾ നമ്മുടെ തണുപ്പൊന്ന് മാറും. കുറച്ച് ചൂടുണ്ടെങ്കിൽ തണുപ്പ് മാറും. ശരിക്കും ഞങ്ങൾ പണ്ട് ഷില്ലോങ്ങിലൊക്കെ ആയിരുന്നപ്പം നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് തണുത്തിരിക്കുമ്പോൾ ഒരു മുളക് ബജി കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ തണുപ്പ് പെട്ടെന്ന് മാറും. കുറച്ച് നേരത്തേക്ക് അതിൻ്റെ എഫക്റ്റ് കാണത്തുള്ളൂ, പക്ഷേ നമുക്കൊരു നല്ലൊരു ഫീലായിരിക്കും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് അടുത്ത പ്രാവശ്യം. നല്ല തണുത്തിരിക്കുമ്പോൾ ചൂടായിട്ടുള്ള എന്തെങ്കിലും കഴിച്ച് നോക്ക്. ചൂടായിട്ട് എരിവും കൂടെ ഉള്ള എന്തെങ്കിലും ഒരു ഐറ്റം. ജിനി ദോശ ഞാൻ ഒരിക്കലും വീട്ടിൽ ട്രൈ ചെയ്യുമെന്ന് വിചാരിച്ചിട്ടില്ല. ഞങ്ങളന്ന് കഴിക്കുമ്പോൾ എനിക്ക് 2 കൂട്ടുകാരുണ്ടായിരുന്നു, അൽക്ക ചേച്ചിയും ചിത്രയും. അവരിപ്പം കാണുന്നുണ്ടായിരിക്കുമല്ലോ എൻ്റെ സബ്സ്ക്രൈബേഴ്സ്. 2 പേർക്കും ഹായ്. നല്ല രസമാണ്. അന്ന് കുറച്ച് സാധനങ്ങളുണ്ട്. ഇനി അത് പതുക്കെ വീട്ടിൽ പരീക്ഷിച്ച് നിങ്ങളെ ഇനി ഓരോരോ വീഡിയോ ആയിട്ട് കാണിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ ഐറ്റംസ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു അരമണിക്കൂറേ ഉള്ളൂ. മുണ്ടക്കയത്തു നിന്ന് 33 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട്. കസിൻസ് ആര് വന്നാലും ഇവിടെ കൊണ്ടുവരാറുള്ളത്, ഇപ്പോഴത്തെ ഈ ഇഷ്യൂ ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ്. പക്ഷെ ഇത്രയും മഞ്ഞ കാണുന്ന ആദ്യമായിട്ട്. ഇവിടുത്തെ സീനറി ശരിക്കും നിങ്ങളൊന്ന് കാണിക്കാൻ പറ്റിയില്ല, ഇത്ര മഞ്ഞായിപ്പോയി. പരുന്തുംപാറ കണ്ടില്ല. അത് നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ഞാൻ പിള്ളേരുടെ സൗണ്ടൊക്കെ കേൾക്കുക, കാണത്തില്ല. എനിക്കൊന്ന് ഞാൻ പരുന്തുംപാറ വന്നാലും ഏറ്റവും മഞ്ഞ് കണ്ട ഇന്നാന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും വ്യത്യസ്തമായ ഇതുപോലൊരു സ്ട്രീറ്റ് ഫുഡ് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക താഴെ അതിൻ്റെ ഫുൾ റെസിപ്പിയൊപ്പം. ഞങ്ങളും അതിനകത്ത് ഏതെങ്കിലും ഒന്ന് ട്രൈ ചെയ്തിട്ട് തീർച്ചയായിട്ടും നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ആ വീഡിയോയുടെ ഫുൾ ക്രെഡിറ്റും നിങ്ങൾക്കായിരിക്കും. ഒന്നും കാണത്തില്ല, നല്ല മഞ്ഞ്. ശരിക്കും ഒരു മൂന്നാർ വന്ന ഫീലുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. വീണ്ടും മറ്റൊരു ഡ്രൈവിന് ഞങ്ങളോടൊപ്പം പോരുവാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത ആഴ്ച കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.